വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ ജെറുസലേമിലെ ബെത്സൈദ കുളക്കടവിൽ കിടന്ന 38 വർഷമായ രോഗബാധിതനായ മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്നതായി നാം വായിക്കുന്നുണ്ട്. ഈശോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന്. തന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ലാത്തത് കൊണ്ട് തൻ്റെ ആഗ്രഹം ഇതുവരെ പൂർണ്ണമായിട്ടില്ല, ഞാൻ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോഴാണ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുവാൻ ഈശോ അവനോട് പറയുകയും അവൻ അപ്രകാരം സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുക. നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം വിശുദ്ധമാവണം, അപ്പോൾ അത് സൗഖ്യം പ്രാപിക്കുവാനും ആഗ്രഹം സാധിച്ചു കിട്ടുവാനും ദൈവം തീർച്ചയായും നമ്മെ സഹായിക്കും. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയോട് പരിശുദ്ധമ്മ ചോദിക്കുന്നുണ്ട്, ഏത് കിരീടമാണ് നിനക്ക് വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയുക, എനിക്ക് വെളുത്ത കിരീടവും ചുവന്ന കിരീടവും വേണം. വെളുത്ത കിരീടം വിശുദ്ധി കൊണ്ട് പ്രാപിക്കുന്നതാണ്, ചുവന്ന കിരീടം രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് പ്രാപിക്കുവാനും. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ രക്തസാക്ഷിത്വം വഹിച്ച് വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് വെളുത്ത കിരീടവും ചുവന്ന കിരീടവും അദ്ദേഹം സ്വന്തമാക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം എത്രമാത്രം വിശുദ്ധമാണോ അത്രമാത്രം സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നമുക്ക് സാധിക്കും. ഒരിക്കലൊരു കർഷകൻ വഴിയിൽ തൻ്റെ കാളയുമൊത്ത് പോകുന്നതിനിടയ്ക്ക് ചക്രം ചെളിയിൽ പൂണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ആരെങ്കിലും കിട്ടുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പല ആളുകളും കടന്നു പോകുന്നുണ്ട്. ഒടുവിൽ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ അദ്ദേഹം താഴെ ഇറങ്ങി ചക്രം വലിച്ചെടുത്ത് അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, കുറേ നേരമായല്ലോ താൻ ഇവിടെ നിൽക്കുന്നു, കുറേ പേരെ കണ്ടില്ലേ, ആരും തന്നെ സഹായിച്ചില്ലേ, എന്തുകൊണ്ടാണ് എന്നോട് മാത്രം ചോദിച്ചത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് ചോദിക്കുവാനായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അപ്രകാരം ചോദിച്ചത്. താങ്കൾ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്. സ്നേഹം നിറഞ്ഞവരെ, ഹൃദയത്തിലുള്ള വിശുദ്ധി നമ്മുടെ മുഖത്ത് പ്രസന്നമായിരിക്കും. ഹൃദയത്തിലെ ആ സ്നേഹവും വിശുദ്ധിയും എപ്പോഴും കാത്തുസൂക്ഷിക്കുവാനും ഹൃദയത്തിലെ ആഗ്രഹം ദൈവേഷ്ടപ്രകാരമായിരിക്കുവാനും ഈ നോമ്പുകാലത്തും പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം.